തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത് അമ്മാവൻ ഹരികുമാർ. ഇയാളുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും. കൊലപാതകത്തിൽ അമ്മ ശ്രീധുവിന്റെ പങ്ക് പരിശോധിക്കുമെന്ന് നെയ്യാറ്റിങ്കര ഡിവൈഎസ്പി ഷാജി വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് തുടർന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാങ്ങുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. അല്ല, അത് ആവശ്യം ഒന്ന് കണ്ടാൽ മാത്രം ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അന്വേഷണം നടത്തിയതിന് ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നടപടികൾ സ്വീകരിക്കും. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് കിണറ്റിലിട്ടു എന്നുള്ളതാണോ? അത് തീർച്ചയായും. അല്ല, അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് പിന്നീട് അറിയിക്കുന്നത്. ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തും. അടുത്ത കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം അടുത്ത ദിവസം അറിയാം. പ്രശാന്ത് കൃഷ്ണ ചേരുന്നു വിവരങ്ങൾ നൽകാൻ. പ്രശാന്ത്, പ്രതി പിടിയിലാകുമ്പോഴും പല ചോദ്യങ്ങൾക്കും ഉത്തരം ബാക്കിയാണ്. എന്താണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പി പറഞ്ഞ കാര്യങ്ങളും തുടർന്ന് പ്രതിയുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? സാധാരണ ഒരു ബന്ധത്തിൽ മനുഷ്യൻ ചെയ്യാവുന്ന കാര്യങ്ങളല്ല ഇത്തരം സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെയെല്ലാം ഇത്തരത്തിൽ നീചമായി കൊല്ലുന്നത്. അതൊരു വശത്ത്. ഒന്ന്, ഈ ഹരികുമാർ തന്നെയാണ് കുഞ്ഞിനെ കിണറ്റിലേക്ക് ജീവനോടെ എടുത്തെറിഞ്ഞ് കൊലപ്പെടുത്തുന്നത്. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് കുഞ്ഞ് മരിക്കുന്നത് വെള്ളം ഉള്ളിൽ ചെന്ന് ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞു തന്നെയാണ് മരണപ്പെടുന്നത്. ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ മുതൽ നടക്കുന്ന ചോദ്യം ചെയ്യൽ അമ്മയും, അതായത് ഈ ഹരികുമാറിനും സഹോദരിയുടെ കുഞ്ഞാണ് കൊല്ലപ്പെടുന്നത്. സഹോദരിയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലെല്ലാം നടത്തുന്നു. പ്രത്യേക തരത്തിലുള്ള ചോദ്യം ചെയ്യൽ കഴിയുന്നു. അപ്പോൾ ഇതിലെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാകുന്നു. ഒരു കാര്യം വ്യക്തമാണ്, പിന്നീട് ഇവരുടെ തമ്മിലുള്ള ഫോൺ ചാറ്റുകൾ പോലീസ് പരിശോധിക്കുമ്പോൾ ഈ ഹരികുമാറിന് മറ്റ് സ്ത്രീകളുമായുള്ള ചില ബന്ധങ്ങളുണ്ട്. അതിനെ ഈ സഹോദരി ശ്രീധു എതിർക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടാകുന്നുണ്ട്. ഹരികുമാറിന് ചില വഴിവിട്ട ബന്ധങ്ങൾ, അതുപോലെ തന്നെ ചില ആവശ്യങ്ങളെല്ലാം തന്നെ ഈ ഹരികുമാർ സഹോദരിയോട് ഉന്നയിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായെല്ലാം ഉണ്ടായതാണ് ഈ കൊലപാതകം എന്ന നിഗമനത്തിലേക്കാണ് പോലീസിൻ്റെ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ശ്രീധുവിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിൽ, അത് ഒപ്പം തന്നെ ഈ വാട്സപ്പ് ചാറ്റുകളിൽ നിന്നുകൂടി മനസ്സിലാക്കിയാണ്. ചില ചാറ്റുകളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയാണ് പോലീസ് ഈ പ്രതി ഈ കൊലപാതകം ചെയ്തത് ഈ അമ്മാവൻ ഹരികുമാറാണെന്നും ഹരികുമാറിനെയാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഹരികുമാറിനെ ഇന്നിപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ സാധ്യതയില്ല. കാരണം വിശദമായ വീണ്ടും ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. ശ്രീധുവിനെ വിട്ടയക്കും. പക്ഷേ ഈ അമ്മയുടെ പങ്ക് എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും കൂടുതൽ അന്വേഷണങ്ങൾക്കും ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അവരെ ഈ കേസിൻ്റെ കൂടുതൽ പങ്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും കുട്ടിയുടെ അച്ഛനെയും മുത്തശ്ശിയെയും പോലീസ് വിട്ടയച്ചിട്ടുണ്ട്. ശവസംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി അപ്പോൾ തന്നെ വിട്ടയച്ചതാണ്. അതായത് അവർക്ക് ഈ കൊലപാതകത്തിൽ നേരിട്ട് വേറെ പങ്കുകളില്ല. പക്ഷേ അമ്മാവിൻ്റെ പങ്ക് വളരെ വ്യക്തമാണ്. അതെന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യത്തിൽ പോലീസ് പ്രശാന്ത്, കാരണം ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് ദുരൂഹതകൾ കണ്ടിരുന്നു. കാരണം തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ, കഥകൾ കേട്ടു. പിന്നീട് കുരുക്ക് കെട്ടിയ കയറുകൾ, അങ്ങനെ സാമ്പത്തികമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ സംഭവമാണ്. അപ്പോഴും ഇക്കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വേണം. എന്തിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അന്വേഷണം തീർത്തും അവസാനിപ്പിച്ചിട്ടില്ല. ചോദ്യം ചെയ്യൽ വേണ്ടി വന്നാൽ തുടങ്ങും, അല്ലെങ്കിൽ അതിനുവേണ്ടി ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ. കാരണം പോലീസിനെ സംബന്ധിച്ചുള്ള ഇക്കാര്യത്തിൽ സമഗ്രമായ കുറ്റപത്രമടക്കം വേണം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മറ്റ് വെല്ലുവിളികൾ ഇല്ലാതെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമുണ്ട്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? ഇടപാടുകളോ അത്തരം വിഷയങ്ങളൊന്നുമല്ല ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതാണ് ഞാൻ നേരത്തെ പ്രതീക്ഷ പറഞ്ഞത്. മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ചില വഴിവിട്ട ബന്ധങ്ങളും താല്പര്യങ്ങളും തന്നെയാണ് ഈ ഹരികുമാറിന് ഉണ്ടായിരുന്നത്. അത്തരം മാനസിക വൈകല്യങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുമ്പോഴും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിക്കോളൂ എന്നുള്ള ഒരു ധിക്കാരപരമായ സമീപനം ഈ ഹരികുമാർ സ്വീകരിച്ചു. പക്ഷേ പിന്നീട് ഈ ഹരികുമാർ
താൻ തന്നെയാണ് കൊലപ്പെടുത്തിയത്, കിണറ്റിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞത് എന്ന് സമ്മതിച്ചു. അപ്പോൾ ഹരികുമാറിൻ്റെ ചില താല്പര്യങ്ങൾ, ചില ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ സഹോദരിയോട് ഉന്നയിക്കുന്നു. അതാണ് ഞാൻ വഴിവിട്ട ചില ആഗ്രഹങ്ങളാണ് എന്ന് പറഞ്ഞത്. അതിൽ അവർ വഴങ്ങാതിരിക്കുകയും അല്ലെങ്കിൽ അതിന് ചില തടസ്സങ്ങളുണ്ട് എന്നത് അത് കുഞ്ഞിനെ തടസ്സമായി കാണുകയും അതിൻ്റെ ഫലമായി കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. അതിൽ പോലീസിന് ഒരു അന്വേഷണ സ്വഭാവം വരുമ്പോൾ കുറെ കൂടി ഈ തെളിവുകൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ അങ്ങനെ ഒരു കൊലപാതകത്തിൽ അമ്മയ്ക്ക് നേരിട്ട് അറിവോ പങ്കോ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് സാഹചര്യ തെളിവുകളും അന്വേഷണത്തിലൂടെയും കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ഹരികുമാറിനെ മാത്രമാണ് പ്രതി ചേർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഹരികുമാറിനെ മാത്രമാണ് കസ്റ്റഡിയിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റ് അല്ലെങ്കിൽ അമ്മയുടെ അറസ്റ്റോ കൂടുതൽ അമ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ വേണ്ട സാഹചര്യം ഉണ്ടാകൂ. അതെല്ലാം തന്നെ ഹരികുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ മാത്രമേ അതിൽ പോലീസിന് അതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ മനസ്സിലാകുള്ളൂ. ഏതായാലും ഇപ്പോൾ അമ്മ ശ്രീധുവിനെ പോലീസ് വിട്ടയക്കും. ഒപ്പം തന്നെ ഹരികുമാറിനെ തുടർന്ന് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് വിധേയമാക്കുകയും ചെയ്യും. ഏതായാലും പ്രധാനമായും ഈ ഹരികുമാറിൻ്റെ ചില മാനസിക വൈകല്യങ്ങളും ഒപ്പം തന്നെ ഇത്തരം ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിരന്തരമുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിച്ചതുമാണ് ഇന്നത്തെ ഈ സംഭവത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് ഈ ഘട്ടത്തിൽ അതിനെ അങ്ങനെ മാത്രമേ വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അങ്ങനെയാണ് പ്രശാന്ത് നേരത്തെ ഷാജി DYSP പറഞ്ഞതുപോലെ തന്നെ പോലീസിനും കാര്യത്തിൽ ഇന്നത്തെ ദിവസം കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന ഒരു ആമുഖത്തോടു കൂടിയാണ് DYSP മാധ്യമങ്ങളോട് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അപ്പോൾ ഒരുപാട് ദുരൂഹതകളുടെ ചുരുളഴിയേണ്ടതുണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ ഈ പ്രതിയെ കേന്ദ്രീകരിച്ച് പ്രതിക്ക് ഒരു വിചിത്ര സ്വഭാവമുണ്ട് എന്ന് തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ അങ്ങനെയെങ്കിലും മനസ്സിലാക്കുന്നത്. അതൊക്കെ ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചുവോ, അങ്ങനെ സംശയാസ്പദമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിൽ അമ്മയുടെ പങ്കെന്ത്, അങ്ങനെ ഒരുപാടൊരു സമാനതകളില്ലാത്തൊരു കേസായി ഇത് മാറുകയാണോ പ്രശാന്ത് അങ്ങനെയെങ്കിൽ? തീർച്ചയായും അതാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പാലിക്കേണ്ട ചില അല്ലെങ്കിൽ നമ്മൾ ശീലിക്കുന്ന നമുക്ക് പറയുന്നതിന് പരിമിതികളുള്ള ചില ബന്ധങ്ങൾ, അത്തരം സംഭവങ്ങൾ അവിടെ ഉണ്ടായി എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്ക് തടസ്സം നിന്നതുകൊണ്ടാണ് ഈ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഒരു നിരപരാധിയായ ഒരു ആവശ്യവുമില്ലാതെ ആ 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്, അല്ലെങ്കിൽ അമ്മാവൻ നീചപ്രവൃത്തിയിലേക്ക് എത്തിയത് ഈ ഹരികുമാർ ചില ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ സഹോദരിയോട് ഉന്നയിക്കുകയും അത് നടക്കാതെ വരുമ്പോഴുള്ള സാഹചര്യം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അവസാന മാർഗമായി കണ്ടെത്തിയതാണ് ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു എന്നത്. പ്രശാന്ത്, അത്യന്തം നാടിനെ നടുക്കുന്ന, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവവികാസങ്ങളാണ് ഈ കൊലപാതകത്തിന് പിന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ